ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇവിടെ ചിക്കൻ ഇതാ ഉപ്പും മുളകും മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം കൂട്ടിയപ്പോൾ നല്ലോണം ഞാനിത് ചിക്കനിൽ നല്ലോണം തേച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതാ ഒരു ഫ്രൈ പാനിൽ അടുപ്പത്തെ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മുട്ട മുളകെല്ലാം തേച്ച് വെച്ചതാണ്. ഇപ്പം നമ്മളെ ഇന്നത്തെ നോമ്പാറിൻ്റെ സ്പെഷ്യലായിട്ടല്ല. അപ്പം ഇത് വന്ന് പൊരിഞ്ഞ് വരാം. കോഴിവട ഉണ്ടാക്കി വെച്ച് കോഴിവട ഉണ്ട്, ഇവിടെ പൂരിയുണ്ട്, സാമ്പാർ അവിടെ ദോശ ചൂടണം. അപ്പം ഇതെല്ലാം ഇപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് വേണം പൊരിഞ്ഞ് വെച്ചത് ഫ്രൈ ആക്കണം. അപ്പോൾ മുട്ട പൊരിഞ്ഞുണ്ട്, പൊരിഞ്ഞു നമ്മുടെ മുട്ട ഇതാക്കി നോക്കി. മുട്ട നല്ല വരിഞ്ഞ് പൊരിച്ചതാ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ പൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ആക്കി മറ്റേ റോസ്റ്റ് ചിക്കൻ ഫ്രൈ ആയിട്ട് ഉള്ളികളൊക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല മഴ പെയ്യുന്നു, കുറച്ച് മഴ ഒന്നുമില്ല, വെറുതെ മഴ. അപ്പം നമ്മളെ നോമ്പ് ഇന്ന് ഇത്ര 21 നോമ്പായി. 21 നോമ്പ് കൺഫ്യൂഷൻ ആക്കല്ലേ എത്ര ശരിക്കും നോമ്പായി. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂടപ്പിറപ്പുകളും നമുക്ക് സബ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് എല്ലാ നോമ്പെടുക്കാനുള്ള ആരോഗ്യ ഉമ്മ നോമ്പെടുക്കില്ല. നമ്മളെ നല്ലോണം മാറ്റി ഇതാ കറങ്ങി പോയോണ്ടിരിക്കുക. 21 ദിവസം നമ്മളെ ചിക്കൻ ഇതാ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഉള്ളി ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഉള്ളി ചെറുതായിട്ട് പൊടി പോലെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഈ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഇതാ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് നല്ല മിക്സിയിലിട്ട് അടിച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് മൂടി നമുക്കൊരു വിസിൽ വരുത്താം. ഒന്ന് മൂടി ഒന്ന് വിസിൽ വരുത്താം. ഉള്ളികളൊന്ന് വാടി നല്ലോണം ഫ്രൈ വരട്ടെ. അപ്പോഴത്തേക്ക് ഇത് ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് എടുക്കട്ടെ, കോരി എടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കോരി എടുക്കട്ടെ. കറക്റ്റായിട്ട് വീഴ്ത്തി ശരിയായത്. അടുത്തതാ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉണ്ടാവും. വയസ്സന്മാരെ അതാങ്ങനെ നിങ്ങളെ ആവശ്യത്തിന് നിങ്ങൾക്ക് വയസ്സ് അല്ലെങ്കിൽ ചെറിയ വലിയൊന്നല്ലേ. അപ്പോൾ ഞാൻ വയസ്സുള്ളതാണല്ലേ. ഇതിന് പൊരിച്ച് കഴിഞ്ഞ് ഈ തന്നെ നമുക്കിത് ഫ്രൈ ആക്കാനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് വാട്ടിയെടുത്തതാണ് കുക്കറിൽ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തന്നെ ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിട്ട് ഉള്ളിയിലിട്ട തപ്പ് അപ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് വെന്ത് വരട്ടെ. ഉള്ളിയിലേക്ക് തന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ ചിക്കനും ഈ ഉള്ളിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കുക. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയാക്കി. സാമ്പാർ നമ്മളിന്ന് രാവിലെ ദോശക്ക് അരി മാവ് പിന്നെ പച്ചരി ഉഴുന്നും കൂട്ടി വെച്ച് അടിച്ച് വെച്ചതാണ്. അപ്പോൾ ദോശ ഒന്ന് മുറിച്ചിടാം. ഇന്നത്തെ നമ്മളെ ദോശയും സാമ്പാറും. അപ്പോൾ നമ്മളെ നോമ്പോട് നമ്മളെ ടേബിളിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ബാങ്ക് കൊടുക്കാൻ പായോട് ഏകദേശമായി. അപ്പം ഇത്രയും സാധനങ്ങളാണ് പോയാടുണ്ടാകും. പിന്നെ പൂരിയുണ്ട്, ദോശയുണ്ട്, സാമ്പാറുണ്ട്, ഫ്രൈ ഉണ്ട്, മുട്ട പൊരിച്ചുണ്ട്. അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ നോമ്പുള്ള സാധനങ്ങൾ. അപ്പം ഇപ്പോൾ ബാങ്ക് കൊടുത്താൽ നമ്മൾ നോമ്പ് തുറക്കട്ടെ. ബാങ്ക് കൊടുത്ത് ഏകദേശം തന്നെ വെള്ളം ഞാൻ കുടിക്കട്ടെ. അപ്പോൾ ബാങ്ക് കൊടുത്ത് ഇപ്പം നമ്മളിതാ നോമ്പ് തുറക്കാണെന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരും വീഡിയോ കണ്ടിടുമ്പോൾ ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ ഈ നോമ്പ് തുറ ഇത്ര വരെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്